നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ ഒരു കറന്റ് ഫീലിങ്സിൽ അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ്. ഓക്കെ, ഇന്ന് മെസ്സേജസ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജും ലവ് മെസ്സേജസും ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹത്തോടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. വാട്സപ്പ് നമ്പറാണ്. മെസ്സേജ് ചെയ്യുക, വിളിക്കേണ്ട. നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്പെറൻസി എന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ളത്, നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവരത്രയും സത്യസന്ധമായിട്ടാണ് നിന്നിട്ടുള്ളത്. അവർ ഒരിക്കലും നിങ്ങളുടെ അടുത്തൊരു മുഖംമൂടി അണിഞ്ഞ് നിന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അവർക്ക് നിങ്ങളോട് അവർ ഇതുവരെ കാണിച്ചിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് സത്യസന്ധമായിരുന്നു. അവർ നിങ്ങളോട് ഒരു രീതിയിലും ഒരു മറയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു മുഖംമൂടി ഇട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. റിഗ്രറ്റ് എന്നാണ്. അവർക്കിപ്പോൾ റിഗ്രറ്റ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ വിട്ടു പോയതിൽ അവർ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവർ തിരഞ്ഞെടുക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. ഈ സിറ്റുവേഷനിൽ നിങ്ങളെ വിട്ടു പോകരുതായിരുന്നു എന്നുള്ളൊരു മനസ്സിലൊരു വിഷമം ഇവർക്കുണ്ട്. ഇപ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവരിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിൽ. അവരുടെ ഇമോഷൻസ് അവരുടെ കൺട്രോളല്ല. അതായത് ഇംബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷൻസ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴവർ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. വെയിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവർക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ട്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അവർ നിങ്ങളോടൊരു മുഖമൂടിയും വെക്കാതെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വിഷമത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള അവരുടെ ഒരു മാനസികാവസ്ഥയിലാണ് അവർ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡിവൈൻ ടൈമിംഗ് എന്നാണ്. ഈ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. അവർക്ക് അവരുടെ കാര്യങ്ങളിൽ ഇപ്പോൾ കുറച്ച് ഫോക്കസ്ഡ് ആണ്. അവിടെ കുറച്ച് പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഇവരുടെ ഫാമിലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊന്ന് വെയിറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുക. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, യു ആർ മൈൻ എന്നാണ്. നിങ്ങൾ അവരുടേതാണ്. ഈ ഒരു കാർഡ് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ യു ആർ മൈൻ, നിങ്ങൾ അവരുടെയാണ്, അവരുടെ മാത്രമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല. അവർ ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഇത്. അവർ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കുറച്ച് പൊസസീവ് ഒക്കെ അവരാവുന്നുണ്ട്. അത് അത്രയും നിങ്ങൾ അവരുടെ ആണ് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അത് അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇൻസ്പിരേഷൻ എന്നാണ്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അവരെ ഇൻസ്പയർ ചെയ്യിക്കുന്നത്. അവരുടെ ലൈഫിൽ അവരുടെ ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന ഈ ഒരു രീതി തന്നെയാണ്. അതായത് ഒരു അൺകണ്ടീഷണൽ ആയിട്ട് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു എന്നുള്ളത് അവർക്ക് നിങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ടൈം അപ്പാർട്ട് എന്നാണ്. അതായത് നിങ്ങൾക്ക് തമ്മിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലോട്ട് സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. അതായത് അവർക്ക് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് വന്നതിന് ശേഷമാണ് അവർക്ക് അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലെ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ടൈമാണ്. പറ്റിയിട്ടുണ്ടാവാം എന്ന് അവർ കരുതുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സെൽഫ് ഗ്രോത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബെനിഫിറ്റ് ആണെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്കും അവർക്കും രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു ടൈമിൽ ഈ ഒരു സെൽഫ് ഗ്രോത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്നുകൂടി സ്ട്രോങ്ങർ ആക്കും എന്നുള്ളതാണ്. ഓക്കെ,
പ്രൊട്ടക്റ്റഡ് എന്നാണ്. അവർ ഈ ഒരു സ്നേഹത്തെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. അതായത് ഇത് അവർ വിട്ട് കളയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ കൈക്കുമ്പിളിലാണ് ഈ ഒരു പൂവ് ഇരിക്കുന്നത്. അത്രയും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് അവർ വെക്കുന്നത്. അതുകൊണ്ട് അവരിത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. അവരുടെ കൈക്കുമ്പിളിൽ എന്നും അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന അത്രയും ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സ്നേഹമായിട്ട് തന്നെയാണ് അവർ കാണുന്നതെന്നുള്ളതാണ്. ഹോൾഡ് മീ എന്നാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആവുക എന്നുള്ളതാണ്. നമുക്ക് ശിവരാത്രിയുടെ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് റീഡിങ്സിൽ മുഴുവൻ. അതായത് നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുക. ഈ ഒരു പ്രണയം അവരത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. യു ആർ മൈൻ, നിങ്ങൾ അവരുടേതാണ് എന്നാണ് പറയുന്നത്. ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ അവർക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള മെസ്സേജസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് പറയുന്നത്. അവരുടെ ഹെൽത്ത് സിറ്റുവേഷൻ ഒക്കെ ഇപ്പോൾ മോശമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന റിഗ്രറ്റ് ഉണ്ടായിരിക്കും അവർക്ക്. ചിലപ്പോൾ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ഹെൽത്ത് സിറ്റുവേഷൻ കുറച്ച് മോശമാണ് എന്നാണ് കാണിക്കുന്നത്. നോട്ട് ദ റൈറ്റ് ടൈം, ഇപ്പോഴൊരു ശരിയായ സമയമല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് അവരുടെ ഒരു ടൈം ഇപ്പോൾ കുറച്ച് മോശമായിട്ടുള്ളൊരു ടൈമാണ്. അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു ടൈം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത്. അവരൊരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത്. ഹെൽപ്ഫുൾ പീപ്പിൾസ് എന്നാണ്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ആക്കാൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു നല്ലൊരു സിറ്റുവേഷനിലോട്ട് അല്ലെങ്കിൽ ഒരു റീയൂണിലോട്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ലിസ്റ്റൻ ടു യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ അറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. അത് കറക്റ്റാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതാണ് ശരി എന്നുള്ളതാണ് പറയുന്നത്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ്. നിങ്ങൾ മറ്റുള്ളവരോട് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചുറ്റും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീപ്പിൾസ്, ഹെൽപ്ഫുൾ പീപ്പിൾസ് നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ്. ഒരു സന്തോഷമുള്ള ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അത്രയും ഒരു വലിയൊരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നോ നീഡ് ടു വറി എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ലൈഫിലോട്ട് ഹാപ്പിനെസ് വരുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. നോ നീഡ് ടു വറി എന്നാണ് പറയുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വരുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ, അതായത് നിങ്ങളെ ഇൻറ്റ്യൂഷൻ പറയുന്നത് ആണ് ശരി എന്നുള്ളതാണ് പറയുന്നത്. ടേക്ക് ആക്ഷൻ എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1989 ലെറ്റർ വൈ, ആയില്യം, ഒക്ടോബർ, ലെറ്റർ എഫ്, ലെറ്റർ ഇ, ലെറ്റർ എൻ,
ചോതി, നവംബർ, പൂയം, ലെറ്റർ ബി, രേവതി, മാർച്ച് 1999, 1995, ലെറ്റർ ആർ, ഏപ്രിൽ, ലെറ്റർ എം, പുണർദം, ഭരണി 1998, 2000, ലെറ്റർ എസ്, 2001, പൂരുട്ടാതി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോയ്ക്ക് പിറകിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോഴി കരയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് 2 വീടുകളുണ്ട്. 2 വീടുകളിലുള്ള ആളുകളും നാടൻ കോഴികളെ വളർത്തുന്ന ചെറിയൊരു ഫാമായിട്ട് അവർ വളർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് കോഴികളുള്ളതാണ്. അവിടുന്ന് 2 വീട്ടിൽ നിന്നുള്ള കോഴികളുടെ കരച്ചിലും നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് എടുക്കരുത്. കാരണം അവർക്കും ജീവിക്കണ്ടേ, കോഴികൾ ഒരു ജീവികളല്ലേ, അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ എനിക്ക് അവരുടെ കോഴികളെ പോയി തല്ലിക്കൊല്ലാൻ വേണ്ടി പറ്റുമോ? ഞാനത് ചെയ്യൂല. ഞാനൊരു ഉറുമ്പിനെ പോലും നോവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും അല്ല. അപ്പോൾ ആ ജീവികൾ അവിടെ ജീവിച്ചോട്ടെ, അവർ കരഞ്ഞോട്ടെ. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ വീട്ടിലും കോഴികൾ കരയുന്നുണ്ടാവില്ലേ? കരയാത്ത കോഴികൾ ഉണ്ടായിരിക്കുമോ? അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.